എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണക്കാലത്ത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ് ഓണക്കാല ചിത്രങ്ങൾ. ഒരു പിടി മനോഹരമായ ഓണച്ചിത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ പേരുകൊണ്ട് നമ്മളെ കുഴപ്പിച്ച ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് നമുക്ക് പ്രിയങ്കരനായ നടൻ, ഇപ്പോൾ പ്രൊഡ്യൂസർ കൂടി ആയിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം ചാക്കോച്ചനാണ്. അപ്പോൾ ചാക്കോച്ചനും ഈ ചിത്രത്തിലെ മറ്റ് താരങ്ങളുമാണ് ഇന്ന് എനിക്കൊപ്പം ഇവിടെ ഓണവിശേഷങ്ങളും ഓണചിത്ര വിശേഷങ്ങളും പങ്കുവയ്ക്കാനായിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഓണവിശേഷങ്ങളിലേക്ക്. എന്തായാലും ഈ ഓണക്കാലത്ത് വളരെ പ്രത്യേകതകളുള്ള ഒരു ഓണ സമ്മാനവുമായിട്ടാണ് ചാക്കോച്ചൻ ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്, പ്രത്യേകിച്ച് ചാക്കോച്ചന്. കാരണം ഉദയ പിക്ചേഴ്സ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്ന ഒരു സിനിമ തന്നെയാണ് കൊച്ചൗവ പൗലോ അയ്യപ്പ കൊയിലോ. അത് ആദ്യമേ പറയണം, വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ അതല്ല, സത്യമായിട്ടും ഞാൻ തന്നെ ആത്മാർത്ഥമായിട്ട് പറയണം, ഞാൻ ഇതുപോലെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്ന പോലെ സിനിമയുടെ പേര് പറഞ്ഞ് പഠിച്ചിട്ടില്ല. വേറെ തമാശ, ഒരു FM ചാനലിൽ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു. അപ്പൊ ഇന്റർവ്യൂ വന്ന് ഒരു 3 പേരുണ്ടായിരുന്നു, ഒരു RJയും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു മൈക്ക് എൻ്റെ റെക്കോർഡർ എൻ്റെ അടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിച്ചോളാം. അപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇല്ല ചേട്ടാ, ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചേട്ടൻ തന്നെയാണ് RJ. ചേട്ടൻ തന്നെ പടത്തിന്റെ പേര് പറഞ്ഞോളൂ. കാരണം അവര് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം പഠിച്ച് തെറ്റിച്ച് പറഞ്ഞ് ഒക്കെ വന്നിട്ട് എന്നാൽ ചേട്ടൻ തന്നെ ശരിയായിക്കോളൂ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. ചാക്കോച്ചന്റെ 75ാം സിനിമയാണ്. അപ്പൊ ഏറ്റവും ആദ്യം വിശേഷം ചോദിക്കുന്നത് ചാക്കോച്ചന്റെ അടുത്ത് തന്നെയാണ്. ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഇങ്ങനെ തിരിച്ചു വരാൻ തീരുമാനിച്ചത്? ഒരുപാട് നാളത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇത് അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. ശരിക്കും ഉദയയുടെ ബാനറിൽ 2 സിനിമകൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയല്ല ഇത്. ഇതിനിടയ്ക്ക് അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. പിന്നെ എന്റെ ലൈഫിലെ മിക്കവാറും കല്യാണം ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ അവിചാരിതമായിട്ടാണ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ വന്നപ്പോ ഒരു നല്ലൊരു കഥ പെട്ടെന്ന് കിട്ടി. അപ്പൊ അത് ആദ്യം ഇവനും കിണ്ടി അറിയാലോ, കിണ്ടി നമ്മുടെ സുധീഷും സിദ്ധുവും കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത് കഥ പറയാനായിട്ട്. ഒരു ചെറിയൊരു സിനിമയാണ്. അതിൽ മെയിൻ ക്യാരക്ടർ ഒരു കൊച്ചു പയ്യനാണ്. അപ്പൊ അതിലെന്റെ ഒരു ഡേറ്റും കൂടെ വേണം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പൊ കഥ കേട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, നിന്റെ മോനാണോ നായകനെന്ന് ചോദിച്ചു. അപ്പൊ അതിലവൻ ഞെട്ടി. അതെ, ആ ഒരു പ്ലാനിങ്ങുമായിട്ടാണ് അവൻ വന്നത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, കിണ്ടിയും കൊച്ചു കിണ്ടിയുമായിട്ടുള്ളൊരു സിനിമ നമുക്ക് പ്ലാൻ ചെയ്യാം. എന്റെ സുഹൃത്താണ്, എന്റെ ആദ്യത്തെ സിനിമയിൽ ഇവരുണ്ടായിരുന്നു. ഇവന്റെ മകന്റെ ആദ്യത്തെ സിനിമയിൽ ഞാനും കൂടെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ മാത്രമായിട്ട് തീരുമാനം എടുത്ത് കുഴപ്പമാവണ്ട, ഭാര്യയുടെ തലയിലും കൂടെ വെക്കാന്ന് വിചാരിച്ചിട്ട് സിദ്ധുവിനോട് പറഞ്ഞു ഭാര്യയോടും കൂടെ പറയണം കഥ. സിദ്ധു പറഞ്ഞാൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സിദ്ധു പ്രിയയോട് ചെന്ന് കഥ പറയാൻ പ്രിയയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിക്കും എന്നെ പോലുള്ള യൂത്തിനും ഇഷ്ടപ്പെടുന്ന എന്നിട്ടാണ് ഞാൻ സിദ്ധുവിനോട് പറയുന്നത്, ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് ഉദയ പ്രൊഡ്യൂസ് ചെയ്ത കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കര ഒരു ഷോക്ക് പോലെയായിരുന്നു. പുള്ളിയുടെ ഇല്ലാത്ത മുടി ഇങ്ങനെ കറണ്ട് അടിച്ച പോലെയൊക്കെ ആയി 6-7 ലൊക്കേഷനുകളിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇതിലൊരു കുളം ഒരു മെയിൻ സീക്വൻസ് ആണ്. അപ്പൊ നമ്മുടെ കുളത്തിന്റെ എപ്പിസോഡും കാര്യങ്ങളും എടുക്കുമ്പോൾ എനിക്ക് നല്ല മഴ വേണം. ഒരു പ്രൊഡ്യൂസറും പറയാത്ത കാര്യമാണ്, മഴയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. അതാകുമ്പോൾ ഷൂട്ടിംഗ് ഡേയ്സ് കൂടുമല്ലോ, കോസ്റ്റും കൂടും. പക്ഷെ അതേ സിനിമയ്ക്ക് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ലൊരു സിനിമ നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ മഴയത്തും ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസങ്ങളും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതില് നായികയുടെ കഥ ഞാൻ പറയാം. ഇപ്പൊ ഈ സിദ്ധാശിവ ഈ സിനിമയുടെ കഥ വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ത്രെഡ് വന്ന് പറയുമ്പോൾ, ആ സ്ക്രിപ്റ്റിന്റെ ഫ്രണ്ട് പേജിൽ ഈ പേര് തന്നെയാണോ എഴുതി വെച്ചിരുന്നത്? അല്ലല്ല, നമ്മള് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പേര് ലാൻഡ് ചെയ്യുന്നത്. ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരുകൾ ആലോചിച്ചു, പക്ഷെ അതൊന്നും സൂട്ട് ആവുന്നില്ലായിരുന്നു. ഒരു ദിവസം സിദ്ധു വിളിച്ചു പറഞ്ഞു, നമുക്ക് കൊച്ചൗവ പൗലോ അയ്യപ്പ കൊയിലോ എന്നിട്ടാലും. കാരണം ഇതിൽ കൊച്ചൗവ എന്റെ ക്യാരക്ടറിന്റെ പേരാണ്. അത് ഒറ്റയടിക്ക് കേട്ടപ്പോ പേര് മനസ്സിലായോ? ശരിക്കും മനസ്സിലായി. അയ്യപ്പദാസ് എന്നുള്ളത് രുദ്രാക്ഷ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ്. പിന്നെ ഇതില് എപ്പോഴും പൗലോ കൊയിലോയുടെ പേര് പ്രതിപാദിക്കുന്നുണ്ട്. അത് ആൽക്കെമിസ്റ്റ് എന്ന നോവലിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകം ഈ സിനിമയിലുള്ള ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പൗലോ കൊയിലോ എന്ന പേരും ഈ 2 പേരുകളും ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ ആ 3 പേരുകളുടെ ഓർഡർ ഒന്ന് ഷഫിൾ ചെയ്ത് പൗലോ കൊയിലോ ഒരുമിച്ചിടാതെ
കോയിലോടെയും പൗലോടെ ഇടയ്ക്ക് അയ്യപ്പനെ അയ്യപ്പനെ കൂടെ കയറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് കൊച്ചപ്പ പൗലോ അയ്യപ്പ കോയിലോ എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇച്ചിരി കൊണിഷ്ട പേരാണ്, ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും KPSC എന്നുള്ള രീതിയിൽ നമുക്കത് പറയാം എളുപ്പത്തിന്. അപ്പൊ ഒരു രസമുണ്ട്. കാരണം KPSC മലയാള സിനിമയിൽ മലയാളത്തിലെ കേരളത്തിലെ പഴയ നാടക സമിതികളിൽ ഒന്നാണ്. ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. ഒരുപാട് നാടകങ്ങൾ സിനിമയായിരിക്കുന്നു. KPSC ലളിത ചേച്ചി ഉദയയുടെ സിനിമയിലൂടെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു സംഭവം, പിന്നെ ഉദയ തിരിച്ചു വരുന്നതിന് ആ ഒരു നൊസ്റ്റാൾജിയ. അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഫീല്, ഒരു വാംത്ത് ഫീൽ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോം അതിനുണ്ടായിരുന്നു KPSC. പിന്നെ ഈ പേര് ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം, ഒരു സാധാരണ മനുഷ്യരിലേക്ക്, പ്രേക്ഷകരിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങളിങ്ങനെ തലപോകും ആലോചിക്കും. ഇതൊന്നും ഇല്ലാതെ ഒരൊറ്റ രാത്രി കൊണ്ട് വേറൊരാൾ ഇതെല്ലാം സെറ്റാക്കി തന്നു. ഒറിജിനൽ പൗലോ കോയിലോ. പുള്ളി പൗലോ കോയിലോ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ നമ്മുടെ KPSCയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അപ്പൊ അത് ഈ പറയുന്ന പോലെ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്താനും പൗലോ കോയിലോ തന്നെ KPSC പ്രൊമോട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഇനി അദ്ദേഹം അതിന് ചാർജ് ചെയ്യാതിരുന്നത്. സുധീഷേട്ടൻ ഇപ്പൊ ചാക്കോച്ചന്റെ ആദ്യത്തെ സിനിമ മുതലൊപ്പം ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്തു. പിന്നെ ഈ ചിത്രത്തിൽ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുധീഷേട്ടന്റെ മകൻ ഈ സിനിമയിലൂടെയാണ് മലയാള സിനിമ ലോകത്തേക്ക് വരുന്നത്. അതിൽ ഒരുപാട് സന്തോഷമില്ല. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അതേപോലെ തന്നെ ചാക്കോച്ചന്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വേണമെങ്കിൽ ഇതായിട്ട് പറയാം. വേറൊന്നുമല്ല, ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ എന്റെ മനസ്സിലുണ്ട്. അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ചാക്കോച്ചന്റെ ഡേറ്റ്, കാരണം ചാക്കോച്ചൻ ഒരു നല്ല സിനിമ മനസ്സിലാക്കാനും തീർച്ചയായിട്ടും ഡേറ്റ് തരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പൊ ചാക്കോച്ചൻ ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ ഡേറ്റ് തരാം എന്നുള്ളത് മനസ്സോട് ചാക്കോച്ചൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിന്റെ എന്താ പറയാ, സിനിമയുടെ മൊത്തം കാര്യങ്ങൾ അറിയുകയും സിദ്ധാർത്ഥ ശിവയെ കുറിച്ച് അറിയുകയും ആ സിനിമയുടെ നല്ലൊരു സിനിമ ജനങ്ങൾക്ക് കൊടുക്കാം, അത് നല്ല തമാശയൊക്കെ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലായിരിക്കും മിക്കവാറും ചാക്കോച്ചൻ അത് പുതിയ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റെടുത്തത്. അപ്പൊ എന്താ പറയാ, നമ്മുടെ പിന്നെ വളരെ എന്റെ മകന് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് തീർച്ചയായും പറയാം. പക്ഷെ വേറെ ഞാൻ പറയട്ടെ, ചാക്കോച്ചൻ അല്ലാതെ മലയാള സിനിമയിൽ ഇത് ചെയ്യാൻ വേറെ ആളില്ല. അല്ല, അത് മാത്രമല്ല ചാക്കോച്ചനും ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. ചാക്കോച്ചനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചാക്കോച്ചന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ. ആദ്യമേ കഥ പറയാനായിട്ട് വളരെ ചുരുക്കിയേ പറഞ്ഞത്. ചേട്ടാ നമ്മളൊരു മാക്സിമം ഒരു 30 ദിവസം, അതുപോലും വേണ്ട, ചേട്ടൻ്റെ ഒരു 15 ദിവസം അല്ല 12 ദിവസം അങ്ങനെ കണ്ട പറയുന്നത്. ഇപ്പൊ ശരിയെന്ന് പറഞ്ഞു. അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് എത്ര ദിവസം വേണം. അല്ല ചേട്ടാ, അത് മിക്കവാറും നോക്കുമ്പോൾ എല്ലാ സീനുകളിലും ഉണ്ട്. ഓഹോ. അനുശ്രീ ശരിക്കും എങ്ങനെയാണ് ഈ സിനിമയിൽ അയ്യപ്പ കൊയിലോന്റെയും സോറി ഇപ്പൊ തെറ്റിച്ച് പറഞ്ഞില്ലേ, ഇതേപോലെ വേറെ ആള് ചോദിച്ചു. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞിങ്ങനെ പൗലോ കോയിലോയുടെ ബുക്കും കാര്യങ്ങളൊക്കെ എഴുതിയൊരു മെയിൻ സംഭവമാണ് ആണല്ലേ. ശരി, അപ്പൊ ചേട്ടന് അയ്യപ്പ കോയിലെ നേരിട്ടൊന്ന് പരിചയപ്പെട്ടുകൂടെ, മീൻസ് ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു ആരെ, സോറി പൗലോ കോയിലെ. പുള്ളിയുടെ പേര് തെറ്റിച്ചപ്പോ പറഞ്ഞത് അയ്യപ്പ കോയിലോ എഴുതിയ ആൽക്കെമിസ്റ്റ്. ഞാൻ ശരിക്കും ചാക്കോച്ചൻ എൻ്റെ അടുത്ത് ഇത് ആദ്യം പറയണത് രാജമാറ്റി യാഹൂന്റെ ലൊക്കേഷനിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണ്. പക്ഷെ പിന്നീട് ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറെ വർക്കിൽ കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആദ്യം സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ അഞ്ജു എന്ന ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണമെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ എല്ലാം ശരിയായി വന്നു. ആ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്തു. ഈ പറഞ്ഞതുപോലെ ചാക്കോച്ചൻ ഞാൻ നേരത്തെ പുള്ളിപ്പുള്ളിയും ചെയ്തിട്ടുണ്ട്, രാജമേഴും ചെയ്തിട്ടുണ്ട്. പക്ഷെ പെയറായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിലും ഉദയന്റെ ഇത്രയും നാളിന് ശേഷമുള്ള തിരിച്ചുവരവിലും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്തായാലും ഭാഗ്യമാണ്. അനുശ്രീയോട് ആദ്യമേ തന്നെ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതില് അനുശ്രീ അല്ലാതെ നമുക്ക് വേറെ ആരെയും മനസ്സിൽ വന്നില്ല. അപ്പൊ അപ്പൊ തന്നെ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരുപാട് ഒരു ട്രിക്കി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോഴത്തെ ഒരു കറന്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നായികമാർക്ക് ആ ക്യാരക്ടർ സൂട്ട് ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ പുതിയ ആളെ അന്വേഷിച്ച് ഓഡീഷനും കാര്യങ്ങളൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു ദുബായിൽ വരെ നമ്മള് മിഥുൻ FM-ലെ മിഥുൻ ക്യാരക്ടർ, മിഥുൻ രമേശ്. അപ്പൊ അവനോട് വരെ അവിടെ ഓഡീഷൻ നടത്താൻ പറഞ്ഞു. അവൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമ റിലീസായി എല്ലാം, പക്ഷെ ഇപ്പോഴും ആ ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അനുസരിച്ച് അല്ലാതെ വേറെ ആളെ മനസ്സിൽ അങ്ങോട്ട് വരുന്നില്ലായിരുന്നു.
ഒരുപാട് ആഗ്രഹിച്ച് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ കൂടെ ഒക്കെ കടന്നുപോയി കറങ്ങി തിരിഞ്ഞ് അനുശ്രീ KPSC തന്നെ എത്തി. ഇത്രയും നല്ലൊരു മൂവി പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അപ്പം എന്നാ അത് ഓർമ്മിപ്പിക്കാണ്ടിരിക്കണ്ടേ ചാക്കോച്ചനെ? അത് ചെയ്യില്ല. രാവിലെ ചാക്കോച്ച നായിക കിട്ടിയോ? ഓരോരുത്തർക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഓരോ അരിമണിയിൽ വെച്ച് പറഞ്ഞല്ലേ KPSC-യിൽ ഈ അരിമണിയിൽ പേരായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ എഴുതി വെച്ച അരിമണി ഏതെങ്കിലും പോയോ? അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും വേറൊരു മൂവിന്റെ ലൊക്കേഷനിൽ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തപ്പോ ഇങ്ങനെ KPSC-യിൽ ഞാനാന്ന് പറഞ്ഞപ്പോ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പറഞ്ഞു എത്രയോ പെൺകുട്ടികളുടെ ശാപം ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ കേട്ട് നമ്മുടെ ഈ സിനിമയിലെ മെയിൻ താരം ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. രുദ്രാക്ഷൻ എന്നാണ് പേര്. സുധീഷ് ഏട്ടന്റെ മകനാണ്. KPSC എന്ന ഈ സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. രുദ്രാക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അഭിനയത്തിന്റെ അനുഭവം? എങ്ങനെ ചാക്കോച്ചൻ അങ്കിളുടെ കൂടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, ഞാൻ അറിയാതെ. ചാക്കോച്ചൻ തന്നെയാണോ വിളിക്കുന്നത്, ഇനി അങ്കിൾ എന്നാണ് വിളിക്കുന്നത്? അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. സനൂപ് അങ്കിള് എന്താണ് കുഞ്ചാക്കോൻ അങ്കിളിനെ ഇച്ചായ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സിദ്ധു അങ്കിള് കുഞ്ചാക്കോൻ അങ്കിളിനെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ടും കൂടെ കേട്ട് ആശിച്ചേട്ടൻ കൺഫ്യൂഷൻ ആയിട്ട് ആശിച്ചേട്ടൻ വിളിക്കുന്നത് ഇച്ചേട്ടൻ എന്നാണ്. ഇത് മൂന്നും കേട്ട് കൺഫ്യൂഷനായി. കൺഫ്യൂഷനായോ? അങ്കിളങ്ങ് ഉറപ്പിച്ചു. അങ്കിളിലങ്ങോട്ട് ഉറപ്പിച്ചു. ഇഷ്ടപ്പെട്ടോ സിനിമയുടെ കഥ? ചേച്ചി പാവമാണ്, നന്നായിട്ട് സംസാരിച്ചു, നല്ല സൗണ്ടിൽ സംസാരിച്ചു. അത് ഇത്രയും സൈലന്റ് ആണോ സെറ്റില്? അത് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇത്ര സൈലന്റ് ആയി പോയതാണോ? ഞാൻ ഷൂട്ടിന് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ട് ശാന്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഷോട്ടിന് പോകുമ്പോ അവളെ കുറെ കുട്ടി പട്ടാളങ്ങൾ ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ ഇരുത്തിയിട്ട് പോകും. അപ്പൊ ഇവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവള് ഷൂട്ട് ചെയ്തിട്ട് പറയാ, അയ്യോ ആ പിള്ളേരെല്ലാം കൂടെ എന്റെ ചെവി തിന്നു. ഞാൻ എന്ത് പറ്റി? അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, അവൾക്കൊരു 24 ആണ് ഏജ്. അപ്പൊ ഒരാൾ ചോദിച്ചു, ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് 24 വയസ്സ്. അപ്പം ഒരു പെൺകുട്ടി പറഞ്ഞു, അത്രയൊന്നുമല്ല, ഒരു 10-28 വയസ്സ് തോന്നിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം പറയാന്ന്, അതൊന്നുമില്ല, ആ ചേച്ചിക്ക് 10-30 വയസ്സ് കൂടുതലുണ്ട്. അങ്ങനെ ഡയലോഗ് അടിച്ച വ്യക്തിയാണ് ഇപ്പൊ ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണോ മോന്റെ? അല്ല അല്ല, എന്നാലും വലിയ പരിചയമില്ല. ഇനി പരിചയം ആയിക്കോളും, കുഴപ്പമില്ല. എങ്ങനെയാണോ ഒറ്റ ഷോട്ടില് ടേക്ക് ഒക്കെ റെഡിയാക്കുന്ന ഒരു കുട്ടി കലാകാരനാണോ? ഇല്ല, ഇവന്റെ അപ്പനെ പോലെയല്ല, കുറച്ചുകൂടെ അടുത്ത ഷോട്ടുകൾ ഭേദമാക്കി നന്നാക്കി. ഞങ്ങളുടെയൊക്കെ ഒറ്റ ഷോട്ട് ശരിയാവും, കാരണം ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ആരായിരുന്നു സെറ്റിൽ ഏറ്റവും കൂട്ട് മോന്റെ? രുദ്രാക്ഷന്റെ കൂട്ടാരായിരുന്നു? അനുശ്രീ ചേച്ചിയാണോ? ഗേൾസ്. ഇവന് ഇടയ്ക്ക് എന്നോട് ഭയങ്കര കലിപ്പായിരുന്നു. ഇവർ ഭയങ്കര കളിയും ചിരിയും തമാശയായി, ചിരിയോട് ചിരി. എന്റെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇവൻ ഇമോഷണലായിട്ട് പറയേണ്ട സംഭവത്തിൽ ഇവന് ഇടയ്ക്ക് ഒരു ചിരി വരുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ചിരി വരുന്നു. അങ്ങനെയാണ്. നല്ല മഴയുണ്ട്, മഴയില്ലാത്തപ്പോൾ എടുക്കണം, അല്ലെങ്കിൽ മഴ ഉള്ളപ്പോൾ എടുക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സമയത്തിന്റെ കുറെ പരിധിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ ഇവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സിദ്ധു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്റെ സിദ്ധു പറയും, എനിക്ക് വലിയ ആഗ്രഹം ഇങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം ഇങ്ങനെയായിരുന്നു. കൊച്ചോപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊച്ചോപ്പ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ മഴയത്ത് ഒറ്റ ടേക്കിൽ ആ സംഭവം ഫുൾ നല്ല ലെങ്ത് തലേ നല്ല കറക്റ്റ് ആയി. ഒച്ചെടുത്തപ്പോ പേടിച്ചു പോയോ? ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത് സുധീഷിനാണ്. കാരണം ഞാൻ നോക്കുമ്പോ കളിയില്ല, ചിരിയില്ല. അച്ഛൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും, എന്നിട്ട് ഞാനത് ചെയ്യും. അപ്പൊ സിദ്ധുങ്ങള് പറയും, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അച്ഛൻ പറഞ്ഞതൊന്നും അല്ല അഭിനയം. പക്ഷെ ചിലതൊക്കെ അച്ഛൻ പറയുന്നത്. അതിനുശേഷം ഇവന്റെ കാര്യം പിടികിട്ടി. അപ്പൊ അച്ഛൻ എന്താണോ പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ടത്. അച്ഛനും മോനും ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവന്റെ ചിറ്റപ്പനായിട്ട് അഭിനയിക്കുന്നത്. അച്ഛനെ കയറി ചിറ്റപ്പാന്ന് വിളിക്കുന്ന ആദ്യമായിട്ട്. ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയുടെ ഷൂട്ടിംഗ് ഒരു ഓണക്കാലത്തായിരുന്നു. അനന്തരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഓണക്കാലത്തായിരുന്നു. ഇവന്റെ ആദ്യത്തെ സിനിമയുടെ റിലീസ് ശരിക്കും ഓണക്കാലത്താണ് നമുക്കിപ്പോ ഈ സിനിമ, ഈ ഒരു ഉത്സവകാലത്താണ് KPSC എന്ന് പറയുന്ന സിനിമ ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ലൊക്കേഷനിൽ നിങ്ങൾ ഓണവും റംസാനും വിഷു ആഘോഷിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഷൂട്ടിന്റെ തിരക്കിട്ടുള്ള ആഘോഷങ്ങളൊക്കെ മറക്കാണോ? ആഘോഷിക്കാറുണ്ട്. രാജമേന സമയത്ത് നമ്മള് ഓണം, അതെ. പിന്നെ KPSCയുടെ സമയത്ത്
ഇത് ആഘോഷിച്ചു, റംസാൻ ആഘോഷിച്ചു. റംസാൻ ബക്രീദ് ഏതോ ഒരു ഇത് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഓണം ഞങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ച് KPSCയുടെ സിനിമയുടെ റിലീസ് ആഘോഷിക്കുന്നു. KPSC എന്ന് ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ നാടക സമിതി, മലയാളത്തിലെ നാടക സമിതി തന്നെയാണ് ആദ്യം ഓടി മനസ്സിലെത്തുന്നത്. അന്ന് ഉദയ പിക്ചേഴ്സിലൂടെ വർക്ക് ചെയ്ത ഒരുപാട് താരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് പേരെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, കാരണം ഈ സിനിമയുടെ കഥയുടെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്. പക്ഷെ ലളിത ചേച്ചിയും വേണുചേട്ടനും വേണം എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന 2 കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. പിന്നെ ഇതിന്റെ സംഗീതത്തിൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഉദയ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഉള്ള ഒരു കോമ്പിനേഷൻ പേരായിരുന്നു വയലാർ യേശുദാസ് കുഞ്ചാക്കോ എന്ന പേര്. അപ്പൊ അത് ഈ സിനിമയില് ഇപ്പോഴത്തെ തലമുറയില് വിജയ് യേശുദാസ്, ശരത് ചന്ദ്ര വയലാർ, ഞാൻ, ആ 3 പേരിലൂടെ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇത് ശരിക്കും ഒരു പക്കാ ഗ്രാമീണ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണോ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണോ? സബ്ജക്റ്റ് കാലികമാണോ? നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അത് വേറൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പെരുമ്പാവൂരടുത്ത് കൊമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് നമ്മൾ ഈ കുളം കിട്ടിയത്. ശരിക്കും ആ കുളം ഒരു ഭയങ്കര ഒരു ഫീലുള്ള കുളം. കാരണം ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു ജോഗ്രഫിയിലാണ് കുളം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റെക്ടാങ്കുലർ കുളമാണ്. നമ്മൾ ആദ്യം ചെന്ന് കാണുമ്പോൾ ആ കുളത്തിന്റെ അടിത്തട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. പിന്നെ നമ്മളത് കുളമാക്കി. ഇപ്പാണ് ശരിക്കും കുളമായത്. അത് എനിക്കത് ബന്ധമില്ലാത്ത നല്ല അറ്റ്മോസ്ഫിയർ കള്ള് ഷോപ്പാണ്. കള്ള് കുടിക്കാത്ത ചാക്കോച്ചനെ വരെ കള്ളു കുടിക്കാൻ തോന്നുന്നുള്ളതാണ് അവിടുത്തെ. അത്രയും നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ആൽക്കഹോളിക് വെതർ. അതുപോലെ തന്നെ ഈ കൊരങ്ങാട്ടി എന്ന് പറഞ്ഞ സ്ഥലം, അതൊരു ഏരിയ കഴിഞ്ഞ് നമ്മൾ മല കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ രാവിലെ അങ്ങോട്ടേക്ക് കയറുമ്പോഴേ വീട്ടിൽ വിളിച്ച് പറയും ആനയൊക്കെ ഉള്ള സ്ഥലമാണ്, വൈകിട്ട് മല ഇറങ്ങിയാലും വിളിക്കുക. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീട്ടിനടുത്ത് വിളിച്ച ഭാര്യ കിട്ടില്ല. മോനും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷൂട്ടിംഗ് തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഗേൾസിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര എനർജിയും കാര്യങ്ങളും. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നു. അന്ന് വിചാരിച്ചത് എന്താ സംഭവിച്ചു, ഒരു തവണ ഈ ഡൈവ് ചെയ്യാൻ ആദ്യം കുറച്ച് അസലായിട്ട് നീന്തുമായിരുന്നു. ഡൈവിങ് കുറച്ചൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ ആദ്യം ഡൈവ് ചെയ്യാനൊക്കെ മടി. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ 2 ഡൈവിങ് അടിപൊളി ചാട്ടം. നോക്കിയപ്പോ കുറച്ച് ഗേൾസോടെ അപ്പൊ അതിന്റെ മുകളിൽ അവർ പിടിച്ചു തുടങ്ങി. പെട്ടെന്ന് ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഭയങ്കര രീതിയിലൊക്കെ ഡൈവ് ചെയ്യുന്നു. അതുവരെ നമ്മൾ വഴക്ക് പറഞ്ഞിരുന്നവന് കൊള്ളാതെ പിന്നെ ഒന്ന് പാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് 2 ഗേൾസ് ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നത്. സുധീഷേട്ടൻ ഹാപ്പിയാണോ രുദ്രാക്ഷന്റെ ഈ ഒരു ലോഞ്ചിലും? സംശയം ഉണ്ടോ ചോദിക്കാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും രുദ്രാക്ഷന്റെ കൂട്ടുകാരുടെ അഭിപ്രായം എന്താ? എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണോ സിനിമ കാണാൻ വേണ്ടി? പിന്നെ എല്ലാരും പറയുന്നത് ഫസ്റ്റ് ഡേ ഫ്രീ ടിക്കറ്റ് തന്നെ വേണമെന്നാണ്. എന്റെ നെഞ്ചത്തോട്ട് ഞാൻ ചാക്കോച്ചൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ, റെഡിയാക്കി തരാന്ന് പറഞ്ഞില്ലേ, ഒരു തിയേറ്റർ ഞങ്ങൾ ബുക്ക് ചെയ്തൊക്കെ പറയുന്നത്. ഞാനും പ്രൊഡ്യൂസറും തമ്മിൽ ഭയങ്കര ഉടക്കാം. ആരെങ്കിലും എന്താ പറയാ വിളിച്ച് സന്തോഷം ഒരുപാട് അറിയിച്ചു? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉദയ പിക്ചേഴ്സ്. ഉദയയുടെ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ തന്നെ ശരിക്കും ഞാൻ അങ്ങോട്ട് വിളിച്ചറിയിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങോട്ട് വിളിച്ചത് ശാരദാമ്മയായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് സിനിമയുടെ റിലീസിന് കുറച്ച് ദിവസം മുമ്പ് മദ്രാസിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയായിരുന്നു. അപ്പം ഈ പെട്ടെന്നൊരു ആഗ്രഹം, ശാരദാമ്മ ഒന്ന് കാണണം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ഒരു അനുഗ്രഹം മേടിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശാരദാമ്മയെ വിളിച്ചപ്പം പുള്ളിക്കാരി ഹൈദരാബാദ് പോയിരിക്കുക. അവിടെ എന്തോ ഒരു ചെറിയ MLA ഒക്കെയാണ് അവിടുത്തെ. അപ്പോൾ അവിടുത്തെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി എടുത്ത് തന്നെ ചാക്കോച്ചൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൽ ശരിക്കും എന്നെ അല്ല പുള്ളിക്കാരി അഭിസംബോധന ചെയ്യുന്നത്, എൻ്റെ മുത്തച്ഛനെയും ചാക്കോച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനിവിടെ വന്നു കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം പുള്ളി അയ്യോ സോറി മോനെ സാരമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. എനിക്കും കരച്ചിലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിറ്റേ ദിവസം ഞാൻ എറണാകുളത്ത് എത്തിയപ്പോൾ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സോറി ഞാൻ ഇന്നലെ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇങ്ങോട്ട് ക്ഷമ ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു.
എനിക്കൊന്ന് ഞാൻ ഉദയയുടെ ഒരു ആർട്ടിസ്റ്റിന് ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പോയത് എൻ്റെ അമ്മയായിട്ട് ലളിത ചേച്ചിക്കായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, മെസ്സേജുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഉദയ പിക്ചേഴ്സിനൊപ്പം ഈ ഓണാഘോഷം KPSC ടീമിന് വളരെ മനോഹരമായിരിക്കട്ടെ അല്ലേ? എന്തായാലും ഓണാഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ. അയ്യപ്പ കോയിലോ കൊച്ചമ്മ പോലെ അയ്യപ്പ കോയിലോ അല്ല, വേറെ തമാശ പറയാണ്. അവിടെ ഈ നമ്മുടെ പെരുമ്പാവൂര് കൊമ്പനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുളവും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറെ പിള്ളേരുണ്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ നാട്ടുകാർ പിള്ളേരൊക്കെ ഉണ്ട്. ആ പിള്ളേർ തന്നെ കുറച്ച് പേര് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം ഞാൻ ചോദിച്ചു, എടാ മക്കളെ എങ്ങനെയുണ്ട് വിശേഷം, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന കേട്ടോ, പടമൊക്കെ അടിപൊളിയായിട്ട് വരത്തില്ലേ? നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഫസ്റ്റേ കാണാൻ പോലും? പിന്നെ കാണാൻ പോയി ചേട്ടാ. പടത്തിന്റെ പേരെന്താ? ഞാൻ ഒരുത്തിനോട് ചോദിച്ചു, ചേട്ടൻ അറിഞ്ഞൂടെ? എനിക്കറിയാം എന്നാലും നീ പറ. കൊച്ചവ് പോലെ അയ്യപ്പനെ കൊല്ലും. ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ സഹിഷ്ണുത ഇല്ലാതെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പിള്ളേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ഉദയ പിക്ചേഴ്സിന്റെ ഏറ്റവും മികച്ച ഒരു സിനിമയായി മാറട്ടെ KPSC എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടി വേണ്ടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയണം. സിനിമ പേര് മുഴുവൻ പറഞ്ഞിട്ട് ഓണം ആശംസിച്ചാൽ മതി. ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയിലോ ടീമിന്റെ ഓണാശംസകൾ.